ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആർക്കും വീട്ടില് നല്ല മണവും ഗുണവും ഒക്കെയുള്ള കുരുമുളക് പൊടി തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാല് കറികളിലേക്ക് മാത്രമല്ല നല്ല ക്ഷീണമൊക്കെ ഉള്ളപ്പോൾ നല്ലൊരു ചായ തയ്യാറാക്കാനും വളരെ തന്നെ നല്ലതാണ്. ഇതിനായിട്ട് 1/4 കിലോ കുരുമുളക് കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം ചുവട് കട്ടിയുള്ള ഉരുളിയിലേക്ക് മാറ്റി നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും 15 ബദാം പരിപ്പും ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകവും 1 സ്പൂൺ അളവില് മുഴുവൻ മല്ലിയും കൂടി ചേർത്ത് ചെറിയ ചൂടിൽ തന്നെ വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. മസാലകളൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വറുത്തെടുക്കുന്ന മസാലയിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ചേർക്കണം. ഇനി ഇവയെല്ലാം നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്കൊന്ന് പൊടിച്ചുകൂടിയെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് 1 കഷ്ണം ചുക്കും കൂടി ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ടും. നിങ്ങൾക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഫൈൻ പൗഡറായിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള പൊടി അതേ പാനിലേക്ക് മാറ്റി ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഗ്ലാസ് ജാറിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.